കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു C++ പ്രോഗ്രാം നോക്കാം. ഈ C++ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ C++ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ മെയിൻ എന്ന ഫംഗ്ഷനകത്ത് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം. പ്രോഗ്രാം എക്സിക്യൂഷൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം വർക്ക് ചെയ്ത് തുടങ്ങുന്നത് എല്ലായ്പ്പോഴും മെയിൻ ഫംഗ്ഷനകത്തുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നായിരിക്കും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ എത്ര സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ ഇതെല്ലാം 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പ്രോഗ്രാം അവസാനിക്കും. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും 1 by 1 ആയി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ഇനി എല്ലാ സന്ദർഭങ്ങളിലും ഇതേ രീതിയിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും മറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. മറ്റു ചില സന്ദർഭങ്ങളിൽ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഇത്തരം സന്ദർഭങ്ങളിലാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത, ചില തീരുമാനങ്ങൾക്കനുസരിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും മറ്റു ചില സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പരിചയപ്പെടാം. ഇഫിൻ്റെ സിൻടാക്സ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബ്രേസ് ബ്രാക്കറ്റ് ഓർ കർലി ബ്രേസസ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ്. ഇതിൻ്റെ വർക്കിംഗ്, ആദ്യമായി എക്സിക്യൂട്ട് ചെയ്യുന്ന ടെസ്റ്റ് എക്സ്പ്രഷനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ മറ്റൊരു പേരാണ് കണ്ടീഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 റിസൾട്ടുകൾ ഉണ്ടായിരിക്കും, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി കണ്ടീഷൻ്റെ റിസൾട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 80, സ്കോർ എന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ 18നേക്കാൾ കൂടുതലാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, അതായത് സി ഔട്ട് പാസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ കണ്ടീഷൻ തെറ്റുകയാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല എന്നർത്ഥം. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് പരിശോധിക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ് എൽസ് ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ്. വർക്ക് ചെയ്യുന്നത്, ആദ്യമായി ടെസ്റ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നു, അതായത് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നു. കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി കണ്ടീഷൻ്റെ റിസൾട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു, അവസാനിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 18, സ്കോർ എന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ 18നേക്കാൾ കൂടുതലാണെങ്കിൽ
സിഔട്ട് പാസ് എന്ന് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു. ഇനി ഈ കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ എൽസിലേക്ക് വരികയും എൽസിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 അതായത് സിഔട്ട് ഫെയിൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും അവസാനിക്കുകയും ചെയ്യുന്നു. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത്തരം ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. ഇവിടെ രണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം. ഒന്ന് പുറത്തും അതിനകത്ത് മറ്റൊന്ന്. ഈ പുറത്തുള്ളതിനെ ഔട്ടർ ഇഫ് എന്നും അകത്തുള്ളതിനെ ഇന്നർ ഇഫ് എന്നും വിളിക്കാം. എക്സിക്യൂഷൻ ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും ഔട്ടർ ഇഫിൽ നിന്നായിരിക്കും. ഔട്ടർ ഇഫിനകത്തുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് റിസൾട്ട് ഉണ്ടായിരിക്കും, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ ആണെങ്കിൽ മാത്രമേ ഇന്നർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 18, സ്കോറിനകത്തുള്ള വാല്യൂ 18നേക്കാൾ വലുതാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആവും. ഈ കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആയി മാറുന്നു. ട്രൂ ആണെങ്കിൽ മാത്രമേ അതിനകത്തുള്ള ഇന്നർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ കണ്ടീഷൻ ഇവിടെ വെച്ച് ഫെയിൽ ആവുകയാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. എൽസ് ഇഫ് ലാഡർ. ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൽസിനോട് ചേർന്ന് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ എൽസ് ഇഫ് ലാഡർ എന്ന് വിളിക്കാം. എന്തുകൊണ്ടായിരിക്കും ഇതിന് എൽസ് ഇഫ് ലാഡർ എന്ന പേര് വരാൻ കാരണം? ഈ സിൻടാക്സ് തന്നെ പരിശോധിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ കൃത്യമായ സ്പേസിങ്ങോട് കൂടി അല്ലെങ്കിൽ ഇൻഡൻറ്റേഷനോട് കൂടി എഴുതുമ്പോൾ ഇതിനൊരു ലാഡർ ഷേപ്പ് വരുന്നതായിട്ട് കാണാം. അത് താഴേക്ക് പോകുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ ഷേപ്പ് വരുന്നത് കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിന് എൽസ് ഇഫ് ലാഡർ എന്ന് വിളിക്കാൻ കാരണം. ഇനി എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ച് ഒന്നിലധികം കണ്ടീഷനുകൾ ചെക്ക് ചെയ്യാം. സിൻടാക്സ് പരിശോധിക്കാം. ഈ എൽസ് ഇഫ് ലാഡറിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ അതിൻ്റെ എൽസ് പാർട്ടിലോട്ട് വരുന്നു. എൽസ് പാർട്ടിലോട്ട് വന്നതിന് ശേഷം വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതും ഫെയിലാവുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ എൽസിലേക്ക് വരുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ഫെയിലായി എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൽസിലോട്ട് വരുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതും ഫെയിലായി. അങ്ങനെയാണെങ്കിൽ വീണ്ടും എൽസിലോട്ട് വരുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബോഡി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും പ്രോഗ്രാം കൺട്രോൾ എൽസ് ഇഫ് ലാഡറിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് പോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒന്നിലധികം സാധ്യതകൾ പരിശോധിക്കുകയും അതിനനുയോജ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ആദ്യമായിട്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് കൃത്യമായിട്ട് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. സ്വിച്ച് ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രഷൻ, കർലി ബ്രേസ് ഓർ ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ, കേസ് വാല്യൂ 1, അതിനോട് ചേർന്ന് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ബ്രേക്ക്, വീണ്ടും കേസ് വാല്യൂ 2, അതിനോട് ചേർന്ന് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ബ്രേക്ക്, വീണ്ടും കേസ് 3 വാല്യൂ 3 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 ബ്രേക്ക്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര കേസ് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കാം. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഡീഫാൾട്ട് കേസ്, ഡീഫാൾട്ട് :
സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n. ഇനി ഇതിൻ്റെ പ്രവർത്തനം, എക്സിക്യൂഷൻ ആരംഭിക്കുന്നത് എക്സ്പ്രഷനിൽ നിന്നാണ്. എക്സ്പ്രഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളിൽ എല്ലാം തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരുന്നു, പക്ഷേ ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ല, പകരം എക്സ്പ്രഷനാണ്. സ്വിച്ചിനകത്തുള്ള എക്സ്പ്രഷന് രണ്ട് തരത്തിലായിരിക്കും റിസൾട്ടുകൾ ഉണ്ടായിരിക്കുക. ഒന്നുകിൽ ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതൊരു എക്സ്പ്രഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. എക്സ്പ്രഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു, ഇറ്റ്സ് ആൻ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ സ്വിച്ചിനകത്തുള്ള എക്സ്പ്രഷനകത്ത് രണ്ട് റിസൾട്ട് വരാം, ഒന്നുകിൽ ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. ഇനി റിസൾട്ട് എന്താണോ സ്വിച്ചിനകത്ത് ഉള്ള എക്സ്പ്രഷന് വരുന്ന റിസൾട്ട്, ആ റിസൾട്ടുമായി ഏതെങ്കിലും കേസ് വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേസ് വാല്യൂവിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി സ്വിച്ചിനകത്തുള്ള ഒരു കേസ് വാല്യൂവുമായിട്ടും എക്സ്പ്രഷൻ്റെ റിസൾട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഡീഫോൾട്ട് കേസിലേക്ക് വരികയും ഡീഫാൾട്ട് കേസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾക്കും ശേഷം ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോളിനെ സ്വിച്ചിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വിച്ചുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ചെറുതായിട്ടൊന്ന് നോക്കാം. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആ വേരിയബിളിനകത്ത് ഞാൻ 10 എന്ന് അസൈൻ ചെയ്തു. ആ വേരിയബിൾ ഞാൻ സ്വിച്ചിൻ്റെ എക്സ്പ്രഷനായിട്ട് കൊടുത്തു. ഈ എക്സ്പ്രഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സ്വിച്ചിനകത്തുള്ള എക്സ്പ്രഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റിസൾട്ട് വരാം, ഒന്നുകിൽ ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ റിസൾട്ട് ഇൻറ്റീജറാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 10 ആയിരിക്കും. അതായത് 10num എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്താണോ വാല്യൂ അതായിരിക്കും റിസൾട്ട്. ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ടുമായിട്ട് ഏതെങ്കിലും കേസ് വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതായത് 10 1ന് ഈക്വൽ ആണോ, അല്ലല്ലോ. 2ന് ഈക്വൽ ആണോ എന്ന് പരിശോധിക്കുന്നു, അല്ല. 3ക്ക് ഈക്വൽ ആണോ എന്ന് പരിശോധിക്കുന്നു, അതുമല്ല. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഒരു കേസ് വാല്യൂവുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഡീഫോൾട്ട് കേസിലേക്ക് പോവുകയും ഇൻവാലിഡ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കൊന്ന് പരിശോധിക്കാം. ബിൽഡ് എക്സിക്യൂട്ട്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പരിശോധിക്കാം. ഇൻവാലിഡ് നമ്പർ, അതായത് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഒരു കേസ് വാല്യൂവുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. നം ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ഇനി എന്തായിരിക്കണം റിസൾട്ട്? എക്സ്പ്രഷൻ്റെ റിസൾട്ട് 3 ആയി കഴിഞ്ഞാൽ 1ുമായിട്ട് മാച്ച് ചെയ്യില്ല, ഓക്കെ. 2ുമായിട്ട് മാച്ച് ചെയ്യില്ല, ഓക്കെ. പക്ഷെ 3യുമായിട്ട് മാച്ച് ചെയ്യും. 3യുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം? 3 എന്ന റിസൾട്ട് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബിൽഡ് ആൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം 3. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒന്നിലധികം കേസ് വാല്യൂവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേസ് വാല്യൂവിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. C++ൽ നമുക്ക് പഠിക്കാനുള്ള ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വൈൽ, ഫോർ ആൻഡ് ഡു വൈൽ. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ സെമിക്കോളൻ വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബ്രേസ് ബ്രാക്കറ്റ്
ബോഡി ഓഫ് ദ ലൂപ്പ് സെമിക്കോളൻ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി ഒന്നിലധികം തവണ സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എത്ര തവണ. അപ്പോൾ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ആ പേരിൽ തന്നെയുണ്ട് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ. അപ്പോൾ സിൻടാക്സിൻ്റെ ആദ്യത്തെ പാർട്ട് നോക്കാം. ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതായത് ലൂപ്പ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ്. നെക്സ്റ്റ് വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടീഷനാണ്. കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കും ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിനകത്തേക്ക് വരികയും ലൂപ്പിൻ്റെ ബോഡി പാർട്ട്, അതായത് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലൂപ്പിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതായത് നേരത്തെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നു. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ നേരെ വീണ്ടും ലൂപ്പിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് പ്രോഗ്രാം കൺട്രോൾ തിരിച്ച് ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു, ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യുന്നു, വീണ്ടും ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ലൂപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഫെയിൽ ആവുന്നത് അതുവരെ. കണ്ടീഷൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. പിന്നീട് ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കില്ല. കണ്ടീഷൻ ഫെയിലായി കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ നേരെ ലൂപ്പിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. നമുക്കിവിടെ 1 മുതൽ 10 വരെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പ് നോക്കാം. അപ്പോൾ LCV is equal to 1, അതായത് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. ഇനി വൈൽ ഓഫ് കണ്ടീഷൻ. കണ്ടീഷൻ ഇതാണ്, LCV ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അതായത് LCVക്കകത്തുള്ള വാല്യൂ 10 അതിൽ ചെറുതോ ആണെങ്കിൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 10നേക്കാൾ ചെറുതാണ്. ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു, 1 പ്രിൻ്റ് ചെയ്യുന്നു, LCVയുടെ വാല്യൂ 1 കൂട്ടുന്നു, അതായത് നേരത്തെ 1 ആയിരുന്നു അത് 2 ആയി. വീണ്ടും തിരിച്ച് ലൂപ്പിലേക്ക് വരുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 10നേക്കാൾ ചെറുതാണോ? 2 10നേക്കാൾ ചെറുതാണ്, കണ്ടീഷൻ ശരിയാണ്. വീണ്ടും ലൂപ്പിനകത്ത് പ്രവേശിക്കുന്നു, 2 പ്രിൻ്റ് ചെയ്യുന്നു, LCVയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 3 ആവുന്നു, വീണ്ടും തിരിച്ച് ലൂപ്പിലേക്ക്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. LCVയുടെ വാല്യൂ 10 ആവുന്നു, 10 10നേക്കാൾ ചെറുതോ ഈക്വലോ ആണോ? ഈക്വലാണ്, കണ്ടീഷൻ ശരിയായി. ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു, 10 പ്രിൻ്റ് ചെയ്യുന്നു, വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 11 ആവുന്നു, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 11 10നേക്കാൾ ചെറുതുമല്ല ഈക്വലുമല്ല. അപ്പോൾ എന്തായി? കണ്ടീഷൻ ഫെയിലായി. കണ്ടീഷൻ ഫെയിലായി കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തേക്ക് പോകും. അപ്പോൾ ലൂപ്പിന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 10 തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 10 തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ആയാലും വൈൽ ലൂപ്പ് ആയാലും രണ്ട് ലൂപ്പുകളുടെയും പൊതുവായ ലക്ഷ്യം സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വൈൽ ലൂപ്പ് എഴുതിയിരിക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചറല്ല ഫോർ ലൂപ്പിനകത്ത് കാണുന്നത്. നമുക്ക് സിൻടാക്സ് ഒന്ന് പരിശോധിക്കാം. ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ സെമിക്കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ദെൻ ബ്രേസ് ബ്രാക്കറ്റിനകത്ത് ബോഡി ഓഫ് ദ ലൂപ്പ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ വൈൽ ലൂപ്പിനകത്തും കാണാം. ഇനീഷ്യലൈസേഷൻ പാർട്ടുണ്ട്, അവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്,
അപ്ഡേഷൻ ഉണ്ട്, ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്. പക്ഷേ എഴുതിയിരിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ എഴുതി കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലൂപ്പുകളുടെയും പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 3 ഭാഗങ്ങൾ കാണാം. ഇതിൽ ആദ്യത്തെ ഭാഗം ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആദ്യം പ്രവർത്തിക്കുന്നത്. ഇനീഷ്യലൈസേഷൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗത്തേക്ക് വരുന്നു ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ, കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ ആയി കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ നേരെ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു, അതായത് ബോഡി ഓഫ് ദ ലൂപ്പ്. ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ നേരെ റീഡയറക്റ്റ് ചെയ്യുന്നത് അപ്ഡേഷൻ പാർട്ടിലേക്കാണ്. അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം കൺട്രോൾ തിരിച്ച് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു, വീണ്ടും ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? എപ്പോഴാണോ ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫെയിൽ ആവുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫെയിലായി കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 10 വരെ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നോക്കാം, ഇനീഷ്യലൈസേഷൻ പാർട്ട് LCV = 1, 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതുവരെ വർക്ക് ചെയ്യുന്നു? 10 വരെ വർക്ക് ചെയ്യുന്ന ലൂപ്പ് ഓരോ തവണയും LCVയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ ലൂപ്പിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? എപ്പോഴാണോ LCVയുടെ വാല്യൂ 10നേക്കാൾ വലുതാവുന്നത് അതുവരെ. ഡു വൈൽ ലൂപ്പ്. സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഇതിൻ്റെ സിൻടാക്സ് പരിശോധിക്കാം. ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഡു ബ്രേസ് ബ്രാക്കറ്റിനകത്ത് ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ദെൻ വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ. എങ്ങനെയാണ് ഒരു ഡു വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതായത് ലൂപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷം ഡു എന്ന കീവേഡിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ നേരിട്ട് ബോഡി ഓഫ് ദ ലൂപ്പിലോട്ട് വരും. എന്താണോ ലൂപ്പിൻ്റെ ബോഡി പാർട്ട്, ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതായത് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അതിനുശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വീണ്ടും തിരിച്ച് ലൂപ്പിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും ലൂപ്പിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫെയിൽ ആവുന്നത് അതുവരെ. പക്ഷേ മറ്റ് 2 ലൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് നേരത്തെ പഠിച്ച വൈൽ ലൂപ്പിൽ നിന്നും ഫോർ ലൂപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ലൂപ്പിൻ്റെ ബോഡി പാർട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുൻപായി ഒരു തവണ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തവണ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്തത്.
അതുകൊണ്ട് തന്നെ ഈ ഡു വൈൽ ലൂപ്പിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ലൂപ്പുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്, എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ്. എൻട്രി കൺട്രോൾഡ് വിഭാഗത്തിൽ വരുന്ന രണ്ട് ലൂപ്പുകളാണ് വൈൽ ലൂപ്പും അതുപോലെ തന്നെ ഫോർ ലൂപ്പും. ഈ രണ്ട് ലൂപ്പുകളെ എൻട്രി കൺട്രോൾഡ് എന്ന് വിളിക്കാൻ കാരണം ലൂപ്പിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലൂപ്പിൻ്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. എൻട്രിയിൽ തന്നെ കൺട്രോൾ ചെയ്യും എന്നർത്ഥം. എന്നാൽ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ലൂപ്പിൻ്റെ ബോഡി പാർട്ട് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ നോക്കാം. 1 മുതൽ 10 വരെ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ളൊരു പ്രോഗ്രാമാണ്. LCV = 1. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. 1-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യലൈസേഷൻ പാർട്ട് വർക്ക് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിൻ്റെ ബോഡി പാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ വീണ്ടും ലൂപ്പിൻ്റെ ബോഡി പാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണോ കണ്ടീഷൻ്റെ റിസൾട്ട് ഫെയിൽ ആവുന്നത് അതുവരെ. ഇനി നമുക്കറിയാം, മറ്റ് രണ്ട് ലൂപ്പിൽ നിന്നും വ്യത്യസ്തമായി ഡു വൈൽ ലൂപ്പിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു തവണ ലൂപ്പിൻ്റെ ബോഡി പാർട്ടും അതുപോലെ തന്നെ അപ്ഡേഷൻ പാർട്ടും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഈ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്.